ആയുഷ്മാൻ ഭാരത് പദ്ധതി, അതായത് പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോ ഫാമിലിക്കും ഓരോ വർഷത്തിൽ 5 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്ന പദ്ധതി. അത് എലിജിബിൾ ആയിട്ടുള്ള ഫാമിലികൾക്കാണ് ഇത് ലഭിക്കുക. ഈ പദ്ധതിക്ക് കീഴിലെ വൻ അഴിമതിയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹോസ്പിറ്റലുകൾ ഒരുപാട് തട്ടിപ്പുകൾ ഈ പദ്ധതിയുടെ കീഴിൽ നടത്തുകയും ഗവൺമെന്റിനെ വൻ ബാധ്യത ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നാഷണൽ ഹെൽത്ത് അതോറിറ്റി അവരുടെ ആന്റി ഫ്രോഡ് യൂണിറ്റ് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 600 ഹോസ്പിറ്റലുകളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1113 ഹോസ്പിറ്റലുകളെ എംപാനൽഡ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1504 ഹോസ്പിറ്റലുകൾക്കെതിരെ പിഴ ചുമത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 122 കോടിയുടെ പിഴ. ഹോസ്പിറ്റലുകൾ തട്ടിപ്പ് പൊതുവെ നടത്തുന്നത് ഫേക്കായിട്ടുള്ള രോഗികളെ രജിസ്റ്റർ ചെയ്തുകൊണ്ടും കൊടുക്കാത്ത ചികിത്സക്ക് ബിൽ മാറിക്കൊണ്ടും ഇല്ലാത്ത രോഗങ്ങളെ കാണിച്ചുകൊണ്ടും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കാരുണ്യ പദ്ധതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണേ കമന്റിൽ.